Hello guys, hello, hi, welcome back to another video. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. കുറെ നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവുകയാണ്. ഞാനിപ്പോ ഇരിക്കുന്നവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ XL6ലാണ്. സോ നമ്മുടെ വീട്ടിലെ രണ്ടാമത്തെ നമ്മുടെ ഫാമിലിക്കാരായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണിത്, XL6. സോ ഈ വണ്ടി ഇന്ന് നമ്മൾ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ഒന്ന് കുട്ടപ്പനാക്കാൻ പോവാണ്. കുറച്ച് നാള് മുമ്പ് നമ്മൾ ഈ വണ്ടി ചെറിയ ഔട്ട്സൈഡിലുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വണ്ടിയുടെ ഇന്റീരിയറിനകത്ത് ചില്ലറ പരിപാടികൾ എന്തൊക്കെയാന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനുവേണ്ടി ഞാൻ കുറെ കടകൾ ഇങ്ങനെ തപ്പി ഗൈസ്. അതിൽ ഒരു ബെറ്റർ ആയിട്ടൊരു കട എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചേർത്തല തന്നെ ഉള്ള ഒരു കിഡ്ലൻ സ്പോട്ടാണ്. ഞാൻ അവിടെ ചെന്നിട്ട് അടുത്ത വിശേഷങ്ങൾ പറഞ്ഞുതരാം. ആൻഡ് എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് എന്റെ കൂടെ ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിന്റെ പേര് ബുദ്ധദേവൻ എന്നാണ്. കോളേജ് മേറ്റ് ആണ്. എന്തെങ്കിലും മൊഴിയടാ. നല്ല ഇത് ഒരു ഇൻട്രോവേർട്ടും ഒരു എക്സ്ട്രോവേർട്ടും കൂടെ പോകും. ഏതോ ഒരു ഹൈവേയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ആലപ്പുഴ ഹൈവേ തന്നെ. റോഡ് ടാർ ചെയ്തിട്ട് ഏത് സ്ഥലമൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇപ്പോഴത്തെ റോഡല്ലേ. എനിവേ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്കൈ നോക്ക്, എന്തൊക്കെ സ്കൈ ഗൈസ്. എന്തായാലും അവിടെ ചെല്ലട്ടെ. ഭയങ്കര മഴക്കോളുണ്ട് രാവിലെ ഏട്ടാ. അങ്ങനെ ഗൈസ് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ചേർത്തല ഭാഗത്ത് ഉള്ളൊരു കാർ മോഡിഫിക്കേഷൻ കടയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ XL6 അകത്ത് കേട്ടിട്ടുണ്ട്. പണികൾ ആക്ച്വലി തുടങ്ങാൻ വേണ്ടി കേട്ടിട്ടിരിക്കുകയാണ്. മനു, എന്താണ് നീ ഇങ്ങനെ ഇൻട്രോവേർട്ടായിട്ട് നടക്കുന്നത്? ഇതാണ് ഗൈസ് കട കേട്ടോ. നമ്മൾ വണ്ടി കേട്ടിട്ടുണ്ട്. ഇവിടെ കാറൊക്കെ ചെക്ക് ചെയ്യുന്നു. കടകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ കട കേട്ടോ. ഡ്രീം കാർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഗൈസ് ഇതാണ് നമ്മുടെ കാറ്. അന്ന് നമ്മൾ പോയിട്ട് ഫുൾ ഡീക്രോമും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇത് കണ്ടോ ഗൈസ്, അന്ന് വീട്ടിൽ വന്നിട്ട് പട്ടി കടിച്ചതാണ് കേട്ടോ. നമ്മളന്ന് കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണം ഇഷ്ടപ്പെടാത്ത പറ്റിയാന്ന് തോന്നുന്നു. നമ്മൾ ബാക്ക് സൈഡും ഫുൾ ബ്ലാക്ക് ചെയ്ത് ഫുൾ ഒരു സ്മോക്ഡ് എഫക്റ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് കട ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. ഓക്കെ, കടയുടെ മുതലാളി ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ, ഹായ്. ഹലോ, പേര് പറയൂ. എൻ്റെ ഒരു പ്രജിത്ത്. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ആക്ച്വലി നമ്മള് പൊന്നാമളി എന്ന് പറയും, ചേർത്തല പൊന്നാമളി. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ കാറിൽ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ K4 ആംബിയൻ ലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിഫ്ലക്ടർ LED റിഫ്ലക്ടർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവിടെ 3 കണക്ടിവിറ്റി വരുന്ന LED ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വേറെ ഡാഷ് ക്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് സസ്പെൻസ് പരിപാടികളുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട്. ആൻഡ് അവിടെ ഓൾറെഡി ഡോറിന്റെ സംഭവങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞു. എത്ര നാളായി ഷോപ്പ് തുടങ്ങിയിട്ട് ഇവിടെ? ഷോപ്പ് നമ്മളിപ്പോൾ ഒരു 4 വർഷം. എല്ലാ വണ്ടികളുടെയും ചെയ്യുന്നുണ്ടല്ലോ? എല്ലാ വണ്ടികളുടെയും. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഡോറിലുള്ള ആംബിയൻ ലൈറ്റ് വെക്കാൻ വേണ്ടി ഡോറിൻ്റെ ഡോർ പാഡൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഈ ഭാഗത്തായിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ആംബിയൻ ലൈറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. കുറേ അധികം ഫീച്ചേഴ്സ് ഉള്ള ലൈറ്റാണ്. മനു, നീ എക്സൈറ്റഡ് ആണോ? വളരെ എക്സൈറ്റഡ്. എന്തിന്? വണ്ടി പണി കാണാൻ. എൻ്റെ പൊന്നെ, ഡോർ പാഡ് ഇളക്കുമ്പോൾ ഉള്ള ഡോർ നോക്ക്. ഓക്കെ, ഇവിടെ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിവേ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആംബിയൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ K4 ആംബിയൻ ആണ്. കാണിച്ചു തരാം. ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് എത്ര സ്ട്രിപ്പ് വരുന്ന? ഇതിൽ നമുക്ക് 4 ഡോർ വരുന്നുണ്ട്, ഒരു ഡാഷ് ബോർഡ് വരുന്നുണ്ട്. ടോട്ടൽ നമുക്ക് 6 സ്ട്രിപ്പ് വരും, 6 സ്ട്രിപ്പ് വരുന്നുണ്ട്. ഇതിന്റെ 5 മൊഡ്യൂൾ വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന മോഡലാണ് K4 ആംബിയൻ. നമുക്ക് അത്യാവശ്യം ഒരു 100 മോഡ്സോളം നമുക്ക് ഇതിൽ വർക്കാവും. ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഉണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ ഇതിലൊരു സ്വിച്ച് വരുന്നുണ്ട്, അതിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഏറ്റവും ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആംബിയൻ ലൈറ്റ് ആണ്. ഓക്കെ, ഇത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ കുറച്ചുകൂടെ പൂർണ്ണത നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ കാണുന്നതാണ് സ്ട്രിപ്പ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ സ്ട്രിപ്പ് വരുന്നത്. ഇത് വെക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്ക് സൈഡിൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓൾറെഡി നമ്മളൊരു സ്പോയിലർ ഷോറൂമിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ബാക്ക് സൈഡിൽ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഈ കാണുന്ന റിഫ്ലക്ടർ നമ്മൾ മാറ്റിയിട്ട് ഈ കാണുന്ന ബ്രേക്ക് ലൈറ്റ് പ്ലസ് ഒരു ഇൻഡിക്കേറ്റർ ടൈപ്പിലുള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്ക്വയർ അല്ല, ആക്ച്വലി ഇതിന് XL6 സ്ക്വയറിഷാണ്. അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ സാധനം പ്ലേസ് ചെയ്യും. അപ്പോൾ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ആവും. ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കൊച്ചി വരാൻ വെച്ചു. ചെറിയൊരു ഷൂട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ആൻഡ് നിവേദനെ വിളിച്ചിട്ട് കുറച്ച് ഷോറൂമുകളിൽ പോകണം, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ കിട്ടിയ KSRTC ബസ്സിൽ വണ്ടി അവിടെ ഇട്ടിട്ട് വണ്ടി അവിടെ പണിയാൻ കൊടുത്തിട്ട് കിട്ടിയ KSRTC ബസ്സിൽ കയറി. എൻ്റെ പൊന്നെ, എൻ്റെ മുഖവും എൻ്റെ ശരീരമൊക്കെ ഫുൾ ക്ഷീണിച്ചു, ലിറ്ററലി ക്ഷീണിച്ചു ഗൈസ്. എനിക്കറിയത്തില്ല, റോഡ് ഭയങ്കര പണിയായിരുന്നു. റോഡിലെ പണി എന്ന് പറയുന്നത് അസഹനീയമായ പണിയും അസഹനീയമായ പൊടിയും. ഈ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് ഈ ജോലിക്കാർ എങ്ങനെ വർക്ക് ചെയ്തെന്നുള്ളത്
സമ്മതിക്കണം, അവർ മലയാളികളല്ല, വേറെ ഭാഷക്കാരാ, പക്ഷേ എങ്കിൽ പോലും സമ്മതിച്ച് ഗൈസ്, ഹാറ്റ്സ് ഓഫ്. എനിവേ ഇപ്പം നിവേദിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിവേദ് വന്നിട്ട് നമ്മൾ കൊച്ചിയിൽ കുറച്ച് പരിപാടികളുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഗൈസ് അങ്ങ് വിദൂരതയിൽ ഒരു ഫോർഡ് ഫ്രീ സ്റ്റൈൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതാണ് നമ്മുടെ നിവേദ് മോൻ. ഇൻഡിക്കേറ്റർ ഇട്ടു. അവിടെ അല്ലേ ഇവിടെ, അവിടെ അല്ലടാ ഇവിടെ. താങ്ക് യു. സന്തോഷം. കൊച്ചി പഴയ കൊച്ചിയല്ല ഗൈസ്. ഇതാണ് നമ്മുടെ ബെസ്റ്റ് കാർ പിക്സിലെ നിവേദ് ബ്രോ. ഹായ് പറയൂ. ഹായ്. അപ്പോൾ നമ്മൾ ഇനിയും പോകാൻ പോകുന്നത്, ആദ്യം നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഹ്യുണ്ടായുടെ ഷോറൂമിൽ പോകുന്നു. ക്രെറ്റ EV ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ക്രെറ്റ EV ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. പ്രത്യേകിച്ച് ബാക്ക് സീറ്റ് ഒന്ന് കമ്പയർ ചെയ്യണം. അവിടെ ചെല്ലട്ടെ ഗൈസ്. അവിടെ ചെന്ന ലൈസൻസ് കോപ്പി അങ്ങോട്ട് എടുത്ത് കൊടുത്തിട്ട് നമ്മുടെ ക്രെറ്റ EV അങ്ങോട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അവർ വണ്ടി അറേഞ്ച് തന്നു. ആക്ച്വലി വണ്ടി നല്ല സൈസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സൈസും വീതിയും നല്ല ഹൈറ്റും ഒക്കെ ഉള്ളൊരു കിടിലൻ വണ്ടിയാണ് ക്രെറ്റ EV. ഫ്രണ്ടിലത്തെ സെൻസറിന്റെ ആണോ? ലെഫ്റ്റോ? ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഗിയർ മാറും അല്ലേ? അത് മനസ്സിലായി. അല്ല സ്ഥിരം ഇത് നോർമൽ മോഡാണോ? നോർമൽ മോഡലാണോ? ക്രെറ്റയ്ക്ക് പവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ കുറെ ദൂരം ഓടിച്ചു ഗൈസ്. ഞാൻ ക്രെറ്റ EVയെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഞാൻ മഹീന്ദ്ര BE6 ഓടിച്ച ഒരു ആളെന്ന നിലയിൽ, ടെസ്റ്റ് ഡ്രൈവ് എടുത്ത ഒരാളെന്ന നിലയിൽ, മഹീന്ദ്ര BE6 കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല പവറും നല്ല ഹാൻഡ്ലിംഗും ഉള്ള വണ്ടി വേണമെങ്കിൽ ക്രെറ്റ EV ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഭയങ്കര ഇനിഷ്യൽ ടോർക്കും നല്ല പെർഫോമൻസും ഉണ്ട്. എനിക്കൊന്ന് 175+ bhp പവർ ഈ ഒരു മോട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അറൗണ്ട് 50 കിലോവാട്ടിന്റെ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. 400 കിലോമീറ്റർ റേഞ്ച് ഒക്കെ കിട്ടുന്ന ഒരു മോഡലാണ് ഈ ക്രെറ്റ EV. ഇതിന്റെ സ്പോർട്സ് മോഡ് ഇട്ട് കഴിച്ച് എന്റെ പൊന്നെ എന്ത് പവർ എന്നറിയോ, ചാടി പോകുന്ന, ലൈക്ക് നമ്മൾ കാല് കൊടുത്ത ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ക്രെറ്റ EV എനിക്ക് കിട്ടിയത്. സ്റ്റിയറിംഗ് ആണെങ്കിൽ നല്ല സ്റ്റിഫാണ്, സ്പീഡ് കൂടുന്നതനുസരിച്ചൊക്കെ നല്ല ഇച്ചിരി ടഫായി വരുന്നുണ്ട് തിരിക്കാൻ വേണ്ടി. ഒരു ഹാർഡ് സ്റ്റിയറിംഗിൽ നമുക്ക് കാണാൻ സാധിക്കും. സസ്പെൻഷനിലും അതുപോലെ തന്നെ സ്പീഡ് ചാടുന്ന സമയത്ത് നല്ല ഹാർഡായിട്ടുള്ള സസ്പെൻഷനായിട്ട് ഈ സസ്പെൻഷൻ മാറുന്നുണ്ട്. ഇപ്പോൾ ഇനിഷ്യൽ പിക്കപ്പ് ആണ്. ഈ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒക്കെ നോക്കി കാല് കൊടുക്കുന്നു, ഷൂ എന്ന് പറഞ്ഞ് കയറുന്ന രീതിയിൽ ഉള്ളതാണ്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, റിയർ പാർക്കിംഗ് സെൻസർ, അഡാസ്, വേണ്ട എല്ലാ സംഭവങ്ങളും ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള കിടിലൻ വണ്ടി. എനിക്ക് ആകെ ഈ വണ്ടിയിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം ഇതിന്റെ പ്രൈസിംഗ് ആണ്. ഫുൾ ഓപ്ഷൻ ഓൺ റോഡ് അറൗണ്ട് 28 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. അത് ഇച്ചിരി ഒരു ഓവർ എക്സ്പെൻസീവ് പോലെ തോന്നി, ഓവർ പ്രൈസ്ഡ് പോലെ തോന്നി. അത് നിങ്ങൾ എന്താണെന്ന് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്ത് തോന്നി. കാരണം നമുക്ക് ഈ പ്രൈസിൽ മേടിക്കാൻ പറ്റിയ വണ്ടികൾ ടാറ്റ കർവ് EV ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ BE6ന്റെ സെക്കൻഡ് വേരിയന്റ് പാക്ക് 2 ഒക്കെ ഉണ്ട്. പിന്നുള്ളത് മറ്റേ 27 ലാഖിനുണ്ട്, 28 ലാഖിനെങ്ങാണ്ട് BYDയുടെ അറ്റോ 3 ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടാനുള്ള വണ്ടികൾ. MGയുടെ ZCV ഉണ്ട്, അത് പിന്നെ ഔട്ട്ഡേറ്റഡ് ആയെന്ന് പറയാം. ലൈക്ക് പക്ഷേ ക്രെറ്റ EV ലൈക്ക് ഒരു അഡ്വാൻസ്ഡ് വെർഷൻ എന്ന് പറയാം. ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സംഭവം സെറ്റാണ്. നല്ല സൈസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം വലിയ പനോരമിക് സൺറൂഫ് ഉണ്ട്, അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വൈറ്റ് ഇന്റീരിയർ ആണ്, അതെല്ലാവർക്കും ദഹിക്കണമെന്നില്ല. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഗിയർ വരുന്നത് സ്റ്റിയറിംഗിന്റെ അവിടെ തന്നെ കേട്ടോ. നമുക്ക് സെൻട്രൽ കൺസോൾ കാണുമ്പോൾ അറിയാം ഒന്നുമില്ല, 2 കപ്പ് ഹോൾഡറും കുറച്ച് മോഡ് സെലക്ട് ചെയ്യാനുള്ളതും വെന്റിലേറ്റർ സീറ്റിന്റെ സംഭവങ്ങളും ഡ്രൈവ് മോഡും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ആകെ മൊത്തം വണ്ടി ഓടിക്കാനും നല്ല കോൺഫിഡൻസും ഉണ്ട്, നല്ല സുഖമുണ്ട്. ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓടിക്കാൻ രസമാണ്. അത് കഴിഞ്ഞ് ഗൈസ് എനിക്ക് 2-3 ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ടിന് പോയി, പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് നമ്മുടെ വണ്ടി കൊടുത്ത് കാര്യം മറന്നുപോയി. നമ്മളവിടെ കൊച്ചി കിടന്ന് കറങ്ങി കാര്യം മറന്നുപോയി. ഇവിടെ ചേർത്തലയിൽ നമ്മുടെ വണ്ടി പണിഞ്ഞോണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ വണ്ടി പണി നിർത്തി വന്നപ്പോഴത്തേക്ക് ആംബിയൻ ലൈറ്റിൻ്റെ ഫിനിഷിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ആൻഡ് നമുക്ക് ഒരു ഡാഷ് ക്യാമറയും കൂടെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഈ ഡാഷ് ക്യാമറയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യണം, കാരണം നല്ല കില്ലൻ ഡാഷ് ക്യാം ആണ് ക്യൂബോയുടെ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആൻഡ് നമ്മുടെ ഫ്രണ്ടിലെ ആംബിയൻ ലൈറ്റും ഡോറിലെ ആംബിയൻ ലൈറ്റും എല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കുമായിരുന്നു. ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. ഇവിടെ വേറെ വണ്ടികളൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച്
കുറച്ച് ടൈം ഇതായിപ്പോയി. എനിവേ ലൈക്ക് വണ്ടി സെറ്റായി ഗൈസ്. രാത്രി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വണ്ടിയുടെ ലാസ്റ്റിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് റിവ്യൂ പ്ലസ് ഒരു നൈറ്റ് വ്യൂ ഒക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഒരു മുട്ടൻ പണി കിട്ടി ഗൈസ്. അവിടെയാണ് ഞങ്ങൾ കുടുങ്ങിയത്. എല്ലാ പണിയും കഴിഞ്ഞ് വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയ വിവരം സസന്തോഷപൂർവ്വം പ്രജിത്തേട്ടൻ ഞങ്ങളെ അറിയിക്കുന്നത്. മുന്നേ ബാറ്ററി തീർന്ന് മുന്നേ കഴിഞ്ഞു. ഇവിടെ വന്ന് നമ്മൾ ഇഗ്നീഷൻ ഓൺ ആക്കിയിട്ട് ഇത് പണിയണമെങ്കിൽ ഫുൾ ടൈം കുറച്ച് നേരം ഇഗ്നീഷൻ ഓൺ ആക്കിയിടണമല്ലോ. അങ്ങനെ ഓണാക്കിയിട്ട് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ കാര്യത്തിൽ തീരുമാനമായി. അവസാനം ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ച് രാത്രി കേട്ടോ, അപ്പോഴത്തേക്ക് ബാറ്ററി ചാർജ് ചെയ്ത പുള്ളി വന്ന് സ്പാർക്ക് പ്ലഗ് ഒക്കെ വെച്ച് വണ്ടി ഒന്ന് ജംപ് സ്റ്റാർട്ട് ചെയ്ത് തന്നു. പാതിരാത്രി ആയതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുത്ത് കാരണം നിങ്ങൾ ക്ഷീണിച്ചേ. രാവിലെ ഇറങ്ങിയാണേ വീട്ടിൽ നിന്ന് വെളുപ്പം കാലത്ത്. കൊച്ചിയിലും പോയി കറങ്ങി നടന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് വയ്യാണ്ടായി. എനിവേ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു സുഹൃത്തുക്കളെ. ബിക്കോസ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അടുത്തതായി കാണാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. ബൈ.